എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കടക്ക് പുറത്തിൽ നിന്നും ഒരു മാറ്റവും പിണറായിക്ക് ഉണ്ടായിട്ടില്ല എന്ന് കരുതേണ്ടി വരുമോ? എത്ര പെട്ടെന്നാണ് ഒരു ചോദ്യത്തോട് അദ്ദേഹം വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പ്രതികരിക്കും? നമുക്ക് എല്ലാറ്റിലും വലുത് പാർട്ടിയാണ്. എല്ലാറ്റിലും വലുത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയതാണ് പാർട്ടി. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് മറന്നു പോവുകയാണോ? കേരളത്തിലെ ഉന്നതനായ രാഷ്ട്രീയ നേതാവാണെന്ന് അദ്ദേഹം മറന്നു പോവുകയാണ്? അമ്മാവിന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി? വയസ്സായി തുടങ്ങിയില്ലേ? അദ്ദേഹം കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവാണ്, എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം കാര്യമുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട കാരാശ്ശേരി മാഷ് പറയുന്നത് പോലെ എല്ലാവരും ഗാന്ധിജിയെ പോലെ ആവാൻ പറ്റുമോ? എനിക്ക് സംശയമുണ്ട്. നമുക്ക് പോലും ആകാൻ പറ്റില്ലല്ലോ. എന്തോ ആളാക്കിയതാണല്ലേ. ഗാന്ധിജിയെ പോലെ ആകണം എന്നുള്ളത് ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആക്കാം. പക്ഷേ അങ്ങനെ ആകാനുള്ള ഒരാളുടെ ഒരു നീക്കം, ഗാന്ധിജി പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു പരീക്ഷണങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പിണറായി അങ്ങനത്തെ ആളല്ല. ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചാലോ? എനിക്ക് തോന്നുന്നു ഒരാളെ നമ്മൾ അളക്കേണ്ടത് അയാളുടെ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ സംസാരം, രീതികൾ, ചെയ്തികൾ, അതിനെയൊക്കെ അളക്കേണ്ടത് അദ്ദേഹത്തിന്റെ മുൻകാല ജീവിതത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടാവണം. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നത്. ജീവിതത്തിൽ അങ്ങേയറ്റത്തെ കഷ്ടപ്പാടുകളും പീഡനങ്ങളും സഹിച്ച ആളാണ് പിണറായി വിജയൻ. ഞാനൊരു ഉദാഹരണം പറയാം. ലെനിന്റെ ജ്യേഷ്ഠൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ആളെ ചെറുപ്പത്തിലെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സാർ ചക്രവർത്തിയുടെ ആൾക്കാർ കൊലപ്പെടുത്തി തൂക്കിക്കൊന്നു. അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം? അതിലൊക്കെ അത് അന്ന് അവിടുത്തെ ആ രാജ്യത്തെ ഒരു വലിയ ദുരന്തമായിരുന്നു അത്. അതിൻ്റെയൊക്കെ പേരിലാണ് പിന്നീട് അദ്ദേഹം ലെനിനൊരു വലിയ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുകയും ആ സർ ചക്രവർത്തിമാരെ ഒന്നൊന്നായിട്ട് എണ്ണം പറഞ്ഞ് വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. അതുപോലെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ സംസാരത്തിലും രീതിയിലും ഒക്കെ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ കടന്നു വരാം. അതൊരു പക്ഷേ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ദാസ് പി ജോർജ് സാർ ചക്രവർത്തി അല്ലല്ലോ ശ്രീ ജേക്കബ് ജോർജ്. ഗാന്ധിജിയെ മാഷ് ഉപമിച്ചില്ലേ വിനു? അപ്പൊ ഞാന് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഒരു കഥ പറഞ്ഞു മാത്രമേ ഉള്ളൂ, വെറും ഒരു കഥയാ. ഭയങ്കരം തന്നെ. ഓരോ മനുഷ്യനെയും അളക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കിയിട്ടാണ്. പിണറായി വിജയനെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം വിദ്യാശക്തി മന്ത്രി ആയിരുന്നപ്പോഴാണ്. എന്നെ ഇപ്പോഴും നോവിക്കുന്ന, വേട്ടയാടുന്ന ഒരു കഥ, അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസുകാർ അദ്ദേഹത്തെ ഇടിച്ച കഥയാണ്. 2 പോലീസുകാർ അവരെ നിയോഗിക്കുകയാണ്. 2 പേര് വന്ന് ഈ മനുഷ്യനെ പിടിച്ച് എണ്ണീപ്പിച്ച് നിർത്തിയിട്ട് ജയിലിലാണ്, ലോക്കപ്പിലാണ്, ഇടിക്കുകയാണ്. 2 പേര് ഇടിക്കുകയാണ്. ഇടിച്ചിട്ടെങ്കിലും പിണറായി കുലുങ്ങുന്നില്ല. അപ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യമായി. ഞങ്ങൾ ഇടിച്ചിട്ടും വീഴുന്നില്ലേ, വീഴണം, ഇടിച്ച് വീഴ്ത്തണം, താഴെ ഇടണം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇടിച്ചിടിച്ചിട്ടിച്ചിട്ട് അവർ കൈ കുഴഞ്ഞു. അവർ മാറിയപ്പോഴത്തേക്ക് വേറെ 2 പോലീസുകാർ വരും. ആ 2 പോലീസുകാരും അവരെ ഇദ്ദേഹത്തെ ഇടിക്കുകയാണ് രാവിലെ വരെ. ഈ 2 പേരും മാറി ഈ പോലീസുകാർ മാറി ഒരു മനുഷ്യനെ തല്ലിച്ചതച്ചു. അവസാനം അദ്ദേഹം വീണു. ഇതുപോലെയുള്ള കടുത്ത പീഡനങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് ഇത് പറയുന്നത്. ഇത് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല വിനു, എനിക്ക് യോജിപ്പില്ല. കുറ്റസമ്മതം നടത്തി അല്ലേ? പിണറായി വിജയൻ അടിയന്തരാവസ്ഥക്കാലത്ത് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ, കൊടിയ പോലീസ് മർദ്ദനങ്ങൾ, അത് ശ്രീ ജേക്കബ് ജോർജ് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്. അങ്ങനെ ഒരാൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ പോലീസ് സേന എങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അദ്ദേഹത്തിനേറ്റ പീഡനത്തെക്കാൾ കൊടിയ പീഡനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് പോലീസുകാർ പാവപ്പെട്ട പരാതിക്കാരെ ഏൽപ്പിക്കുന്നത്, അത്തരം പീഡനങ്ങൾക്ക് അവരെ വിധേയരാക്കുന്നത് നാം വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്ന ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു മാത്രമല്ല, അതിനൊക്കെ ഉത്തരവാദികളായ ആളുകളെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഉന്നതർ എത്രമാത്രം സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും നാം കണ്ടതാണ്. കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നവർ, അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ അധികാരത്തിലെത്തുമ്പോൾ അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ്
എപ്പോഴും നടത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞു കേട്ടപ്പോൾ ശരിക്കും എന്നോട് ക്ഷമിക്കണം, എനിക്ക് ചിരി വന്നുപോയി. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, യാതൊരു പീഡനവും അനുഭവിക്കാത്ത ആളുകളാണോ ഞാൻ പേര് പറഞ്ഞവരൊക്കെ? എത്ര കാലം അവരൊക്കെ ജയിലിൽ കിടന്നു? നെഹ്റു പീഡനം ഏൽക്കാത്ത ആളാണോ? നേതാജി ബോസ് പീഡനം ഏൽക്കാത്ത ആളാണോ? അല്ലെങ്കിൽ AKG അങ്ങനെ ഇല്ലാത്ത ആളാണോ? അപ്പോൾ പിന്നെ വേറൊരു ചെറിയ കാര്യം ഞാൻ ജേക്കബ് ജോർജിനോട് ചോദിക്കട്ടെ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 8 മാവോവാദികളെയാണ് ശ്രീ പിണറായി വിജയന്റെ പോലീസ് വെടിവെച്ച് കൊന്നത്. ഞാൻ മറന്നിട്ടൊന്നുമില്ല. അയ്യോ, എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. പീഡനം ഏറ്റ ഒരാള് അത്തരത്തിലുള്ള ശാരീരികമായ ആക്രമണങ്ങൾ നടക്കാതിരിക്കണം എന്നാണല്ലോ വിചാരിക്കേണ്ടത്. എന്താ പറഞ്ഞത് ശരിയല്ലേ? അതിനേക്കാൾ താരതമ്യേന ആ വെടിവെച്ച് കൊന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ആരോഗ്യം എത്ര ചെറുതാണ്. ആ നവകേരള സദസ്സിന്റെ ബസ്സിന് മുമ്പിൽ കരിങ്കൊടി കാണിക്കുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ അദ്ദേഹത്തിന്റെ ഗൺമാനും പോലീസും ഡിവൈഎഫും തല്ലിച്ചതയ്ക്കുന്നു. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. അതിനെപ്പറ്റി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് രക്ഷാപ്രവർത്തനം എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ തരത്തിലുള്ള പീഡാനുഭവങ്ങൾ മറ്റുള്ളവരോട് അക്രമം കാണിക്കുന്ന തരത്തിൽ അത് കണ്ട് രസിക്കുന്ന മട്ടിൽ ക്രൂരഹൃദയനായി മാറ്റുകയാണോ ചെയ്തത്? കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാവരുത്. അതോ എനിക്കുണ്ടായ അനുഭവം വേറെ ഒരു മനുഷ്യന് ഉണ്ടാവരുത് എന്ന തരത്തിൽ അദ്ദേഹത്തെ മാനസികമായി ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോവാണോ ചെയ്തത് എന്ന് ദയവായിട്ട് ശ്രീ ജേക്കബ് ജോർജ് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സദസ്സിൽ ഒരാൾ ഒരു അന്യായവും പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്തെങ്കിലും അസഭ്യം പറയുകയോ അശ്ലീലം പറയുകയോ എന്തെങ്കിലും ആ തരത്തിൽ അസഹിഷ്ണുത തോന്നുന്ന മട്ടിൽ പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ആകെ പറഞ്ഞത് ഒരു ചോദ്യമുണ്ട് എന്ന് മാത്രം. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? അവരൊന്നും പറഞ്ഞിട്ടില്ല. അത് ആരാണ്, എന്താണ്, ഏതാണ് എന്നൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം അത് തള്ളിക്കളയാണ്, ഡിസ്മിസ് ചെയ്യാം. ഇക്കണക്കിന് പോയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും. ഇപ്പോ ചോദ്യം ചോദിക്കാൻ അത് അവഗണിക്കുകയോ പ്രയോഗമുണ്ട്, ചോദ്യം പ്രതികരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. ഇല്ലേ, ഒരു പ്രസംഗകൻ ഇങ്ങനെ ഒരു ചോദ്യം നേരിട്ടാൽ വേണമെങ്കിൽ അത് അവഗണിക്കാം, കേട്ടില്ലെന്ന മട്ടിൽ പ്രസംഗം തുടരാം. അല്ലെങ്കിൽ അതിനോട് ഇപ്പോൾ ഞാൻ പ്രസംഗിക്കട്ടെ, പിന്നീട് മറുപടി പറയാം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒന്ന് ചിരിച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. ഇതൊന്നുമല്ല ഉണ്ടാവുന്ന, ഒറ്റ നിമിഷം കൊണ്ട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. 1,00,000 ഉറുപ്പിക പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടും. നമ്മളിപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് പറയുന്നവർ ഇപ്പൊ നായനാരാന്ന് വിചാരിക്കുക. നമ്മളിപ്പോ മഹാത്മാഗാന്ധിയിലേക്ക് ഒന്നും പോണ്ട. നായനാരാണ്, ആ എനക്ക് അറിയാ, നീ ചോദിക്കടോ എന്ന് പറയും നായനാര്. അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കും. നായനാർ ഇപ്പൊ CPM അല്ലേ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്, ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. നായനാര് 3-4 വട്ടം നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ആളല്ലേ, അദ്ദേഹത്തോട് ചോദിക്കാമല്ലോ. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. ഞാൻ ഇപ്പൊ ഇത് സംസാരിക്കട്ടെ, ഈ സംസാരം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം എന്ന് പറയാണല്ലോ വേണ്ടത്. എന്നോട് ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങൾക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയോടും മക്കളോടും ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുള്ളൂ എന്നാണ് ആ പറഞ്ഞത്. എന്നെ സംശയിക്കരുത്. ഒരു പൗരാവകാശത്തെയാണ് അവിടെ തള്ളിക്കളഞ്ഞത്. അത് മനസ്സിലാക്കാൻ ശ്രീ ജേക്കബ് ജോർജിന്, വളരെ മുതിർന്ന പത്രപ്രവർത്തകനായ അദ്ദേഹത്തിന്, ഇത്തരം അനേക രംഗങ്ങൾ കണ്ട അതൊക്കെ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? വണ്ടി എടുക്കണം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.